ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഈ ഈസ്റ്റർ സുദിനത്തിൽ ഈസ്റ്ററിൻ്റെ എല്ലാവിധ സന്തോഷവും പരസ്പരം പങ്കിട്ടുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇന്ന് നിങ്ങളോട് കൂടെ ഒന്നിച്ചു ചേരുകയാണ്. ഈസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യേശുനാഥൻ പീഡകളെല്ലാം സഹിച്ചു, ഒത്തിരി കഷ്ടപ്പാടിൻ്റെ വഴികളിലൂടെ വന്ന് കുരിശിൽ മരണമടഞ്ഞു. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ സഹനങ്ങൾക്കും ഒരു പരിസമാപ്തി എന്ന പോലെ ഉയർത്തെഴുന്നേൽക്കുകയാണ് സർവ്വമഹത്വത്തോടും കൂടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെയും ജീവിതത്തിൽ ദൈവം ഇത്തരത്തിലുള്ള ഒത്തിരി അനുഭവങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചേച്ചിക്ക് തന്നെ ഒത്തിരി അനുഭവങ്ങൾ പറയാനായിട്ടുണ്ടാവും നമ്മളുടെ ഒരു സഹനത്തിൻ്റെ വഴി. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് പ്രേക്ഷകർ നമ്മളുടെ മുൻപിലിരിക്കുമ്പോൾ അവർക്കൊരു വിശ്വാസ വെളിച്ചമായിട്ട് അവർ ജീവിതത്തിൽ അനുദിനം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിത അവസ്ഥകൾ അതിനെ മറികടക്കാനായിട്ട് ഒരുപക്ഷെ നമ്മളുടെ ഒരു ഷെയറിങ് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചി ഒന്ന് പറഞ്ഞു തുടങ്ങാവോ ജീവിതത്തിലൊരു അനുഭവം ഈസ്റ്ററിനായിട്ട് ബന്ധപ്പെട്ട്? എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. ഒത്തിരി അത് പറയണമെങ്കിൽ ഈ ഒരു എപ്പിസോഡ് പോരാ, അതുകൊണ്ട് ചുരുക്കി പറയാം. ഒരുപാട് സഹനങ്ങളുണ്ടായിരുന്നു. എൻ്റെ ശബ്ദമില്ലാത്ത അവസ്ഥയിലാണ് എൻ്റെ കല്യാണം നടന്നത്. ഒത്തിരി എന്താ പറയുക, ഫിലിമിൽ പാടി ഭയങ്കര പ്രശസ്തിയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു എൻ്റെ മാരേജ് ഫിക്സേഷൻ. അതിനുശേഷം 91-ൽ ഫിക്സ് ചെയ്തു. 95-ലാണ് ഞങ്ങളുടെ മാരേജ് നടന്നത്. അതിനിടയിൽ എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു. പക്ഷേ നഷ്ടപ്പെട്ട അവസ്ഥയിലും എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ആ ജീവിത പങ്കാളിയുടെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. അതുതന്നെയായിരുന്നു എൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ജീവിത പങ്കാളി, നല്ലൊരു കുടുംബം, നല്ല കുടുംബ പശ്ചാത്തലം, എന്നോടൊപ്പം സഹിക്കാനുള്ള ഒരു നല്ല മനസ്സുള്ളൊരു പങ്കാളിയെ ദൈവം എനിക്ക് തന്നു. ദൈവത്തിന് സ്തുതി. തീർച്ചയായിട്ടും. ഒപ്പം ഒത്തിരി പ്രേക്ഷകരുടെ പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതിന് എല്ലാവർക്കും നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയാണ്. തീർച്ചയായിട്ടും എല്ലാവരും, ഞാനൊക്കെ എനിക്ക് അറിയാം, എൻ്റെ ചെറുപ്പത്തിൽ കുഞ്ഞ് പ്രായത്തിൽ തന്നെ ചേച്ചിയുടെ കൂടെ സ്റ്റേജിൽ ഇന്നിരിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് ഞങ്ങൾ ഒന്നിച്ച് അന്നിവിടെ ഗസൽസ് ഒന്നും ആരും പാടി തുടങ്ങിയിട്ടില്ല. ആ സമയത്ത് ഞങ്ങൾ കുഞ്ഞാൾക്കാർ ഗസൽ പ്രോഗ്രാമില് എനിക്കൊന്ന് 10ാം ക്ലാസ് ആയിട്ടില്ല, 8-ലോ മറ്റോ തീരെ ചെറുതായിട്ട് പാടി. ശരിക്കും ഞാനും ഒരു ചെറിയൊരു അനുഭവം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക. കാരണം ഞാൻ പലപ്പോഴും ജോബിനോടൊക്കെ പങ്കുവച്ചിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി നല്ല അനുഭവങ്ങൾ ദൈവം തന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്ത പല മേഖലകളിലൂടെ ദൈവം എന്നെ കൊണ്ടുപോയി. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മൂവി ഇൻഡസ്ട്രിയിൽ വന്നു, പടങ്ങൾ ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഗോസ്പൽ റെക്സ് ബാൻഡിൽ പാടുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ 1 മാസത്തെ ട്രിപ്പായിരുന്നു റെക്സ് ബാൻഡിൻ്റെ കൂടെ. നമുക്കൊന്നും സാമ്പത്തികമായിട്ടുള്ള പ്രതിഫലമൊന്നുമില്ല, പക്ഷെ നമ്മൾ കർത്താവിന് വേണ്ടി പാടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ആ സമയത്ത് കസനോവ മൂവിയുടെ പാട്ടുകൾ ചെയ്ത് തുടങ്ങി. ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ഇനി തിരിച്ച് വന്നിട്ട് ബാക്കി പാട്ടുകൾ ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റിലിരിക്കുക. അപ്പോൾ അങ്ങനെ നല്ല തിരക്കായിരുന്നു, പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് തീർക്കണം. അങ്ങനെ ഓസ്ട്രേലിയ പോയി. അതിന് തൊട്ട് മുമ്പ് ന്യൂസിലാൻഡിൽ 2 ഷോ ഉണ്ടായിരുന്നു. ന്യൂസിലാൻഡ് ഷോ കഴിഞ്ഞ് ഓസ്ട്രേലിയക്ക് ഫ്ലൈറ്റ് കയറുന്ന സമയം മുതൽ എനിക്ക് ഭയങ്കര വേദന. എൻ്റെ പുറകിൽ സ്പോണ്ടിലൈറ്റിസ് അഗ്രവേറ്റ് ചെയ്തിട്ടായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു എന്താ സംഭവം എന്നുള്ളത്.
സഹിക്കാൻ പറ്റാത്ത വേദന. ഫ്ലൈറ്റിലിരുന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ തിരിച്ച് വന്ന് ഓസ്ട്രേലിയ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ താഴെ കിടന്നു എന്നുള്ളതാണ് ലിറ്ററലി. ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. എല്ലാവരും കൂടെ എന്നെ താങ്ങി പിടിച്ച് കാറിൽ കൊണ്ടുപോയി ഇരുത്തി സീറ്റ് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ആ ഒരു മാസക്കാലം ഞാൻ കടന്നുപോയ ഒരു വേദന, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റാണ്ട് കോർട്ടിസോൺ ഇഞ്ചക്ഷൻ വെച്ചു. കൈയുടെ മുകളിൽ 3 എണ്ണം, പുറത്ത് 2 എണ്ണം. തിരിച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ രൂപരേഖ ഇതൊക്കെ മാറി. മുഖമൊക്കെ ഇങ്ങനെ ഇങ്ങനെ വീർത്ത് ഒരു ഭയങ്കര നീരൊക്കെ വന്ന് ഇങ്ങനെ. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു 3-4 മാസത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കണം, ഒരു പണിയും വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അന്നേരം ഞാൻ പറഞ്ഞു അയ്യോ കാസനോവയുടെ ബാക്കി വർക്ക് തീർക്കണം. പക്ഷേ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ഇതിനകത്തൊരു നീ ഒരു അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ലൈഫ് ലോങ് ഇങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. മനസ്സില്ലാ മനസ്സോടെ അവരെയൊക്കെ വിളിച്ച് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിൽ ഭയങ്കര ഒരു വിഷമം. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ അനുവദിക്കുന്നത്? കാരണം ഞാൻ പോയത് ഒരു മാസം ദൈവത്തിന് വേണ്ടി പാടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഞാനങ്ങനെ പ്രതിഫലം നോക്കാതെ പോയി. എന്നിട്ടും ദൈവം ഇങ്ങനൊരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകാനായിട്ട് എന്തുകൊണ്ട്, വൈ ഗോഡ് എന്നുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നു. അങ്ങനെ ആദ്യത്തെയൊക്കെ ദിവസങ്ങളിൽ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആരോടും അങ്ങനെ നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല. എനിക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഡൗൺ ആയിട്ടുള്ളൊരവസ്ഥ. പക്ഷെ ആ സമയത്തായിരുന്നു ഡിവൈനിൽ കിടന്ന് ധ്യാനിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട്, അവിടെ ആകുമ്പോൾ ഇരിക്കണ്ടല്ലോ, കിടന്ന് ധ്യാനിക്കാം. അങ്ങനെ ഞാൻ ഡിവൈനിലേക്ക് പോവുക. അപ്പോൾ അവിടെ ഇങ്ങനെ കിടന്ന് ധ്യാനിക്കും. ഒരു ദിവസം കഴിഞ്ഞ്, ഒരു 1.5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അറിയാതെ ഒരു ഉള്ളിലൊരു പ്രചോദനം, എനിക്കെന്തോ ഒരു മനസ്സിലൊരു പതുക്കെ ഇങ്ങനെ ഒരു ആശ്വാസം കിട്ടാൻ തുടങ്ങി. ഞാൻ വന്ന് ആ ഹോളിൽ പുറകിൽ വന്നിരുന്ന് കേൾക്കണം എന്ന് എനിക്കിങ്ങനെ തോന്നുക. അങ്ങനെ ഞാൻ പുറകിൽ വന്ന് ഇരുന്നു. എനിക്ക് ഇരിക്കാൻ സാധിച്ചു എന്നുള്ളതിനൊരു വലിയൊരു ഇതാണ്. പക്ഷെ ആ ഒരു ധ്യാനം മുഴുവൻ ദൈവം എന്നെ ഹീൽ ചെയ്യുമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു, എൻ്റെ ശാരീരിക സൗഖ്യത്തിനേക്കാൾ എൻ്റെ മനസ്സിന്, എൻ്റെ ആത്മാവിനാണ് സൗഖ്യം കിട്ടിയത്. എല്ലാത്തിനെയും ഒരു വേറൊരു പെർസ്പെക്റ്റീവിൽ കാണാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. പിന്നെ ദൈവം എനിക്കൊരു വചനം തന്നു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. ദൈവം പറഞ്ഞ കാര്യം ഇതാണ്, 1 കൊറിന്തോസ് 15:19. അതിലിങ്ങനെ പറയുന്നത്, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവനാണ് നീയെങ്കിൽ എല്ലാ മനുഷ്യരെക്കാൾ നീ നിർഭാഗ്യവാനാണെന്ന്. അപ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ വ്യക്തിപരമായിട്ട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം, നിൻ്റെ ക്രിസ്തീയ വിശ്വാസം ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നിന്നെ പോലൊരു നിർഭാഗ്യവാൻ ഈ ലോകത്തിലില്ല. അപ്പോൾ ദൈവം ഇങ്ങനെ വ്യക്തമായിട്ട് നിത്യജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് തരുമായിരുന്നു. എന്താണ് ജീവിതം, എന്താണ് മരണം. മരണം മാത്രമേ ഉള്ളൂ നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യം. ബാക്കി ഒന്നിനെക്കുറിച്ച് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. മരണം നിർബന്ധമായിട്ട് വരും. അപ്പോൾ ഈ മരണത്തിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ജീവിതമുണ്ടോ? അവിടെ ഒരു നിത്യജീവിതമുണ്ട്. അതിനെക്കുറിച്ച് ബോധ്യം ഇല്ല. അപ്പം ഭയങ്കര ഒരു ചിന്തകൾ ദൈവം ഇങ്ങനെ തന്നു ആ ദിവസങ്ങളിലെല്ലാം. എനിക്ക് ഭയങ്കര ഒരു ലൈഫിനെ മുഴുവനായിട്ടും കർത്താവിന് സമർപ്പിക്കണം എന്നുള്ളൊരു ചിന്ത വരും ആ സമയത്ത്. ഞാനിങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ദൈവമേ നിൻ്റെ ഹിതം പോലെ നീ എന്നെ വഴി നടത്തണേ. അങ്ങനെ ഡെയിലി പ്രാർത്ഥിക്കാനായിട്ടൊരു ശക്തി കിട്ടാൻ തുടങ്ങി. ശാലോം കാണും, അതുപോലെ തന്നെ ബൈബിൾ വായിക്കും. വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. പിന്നെ വൈഫ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ഈ എണ്ണയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചൂടൊക്കെ പിടിച്ച് ഇങ്ങനെ തരും. അങ്ങനെയൊക്കെ എടുക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ ബുക്കുകൾ ഇങ്ങനെ വായിക്കും. പിന്നെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോകാൻ സാധിച്ചു. അവിടെയാണെങ്കിലും ഇതുപോലെ വചനം വായിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അസുഖമൊക്കെ ഭേദമായി. പിന്നെ പടമൊന്നും വരുന്നില്ല. കസനോവയിൽ ഒരു പാട്ടേ ചെയ്തുള്ളൂ, ബാക്കി വേറെ 2 പേരാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് വേറെ പ്രൊജക്റ്റുകളൊന്നും വരുന്നില്ല. അപ്പോൾ പക്ഷേ ഒരു വിശ്വാസം ശക്തമായിട്ട് ദൈവം കൂടെയുണ്ട്, കർത്താവാണ് വഴി നടത്തുന്നത് എന്നുള്ളൊരു ഭയങ്കര ബോധ്യം എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ നമ്മുടെ ക്രിസ്റ്റീൻ്റെ, ജീസസ് യൂത്തിൻ്റെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ പാടാനായിട്ട് പോകും, പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ ചെയ്യാനായിട്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കുക, അപ്പോൾ പഠിക്കാൻ പോവാം. അങ്ങനെ MAക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മ്യൂസിക് MA ചെയ്യാമെന്ന് തീരുമാനിച്ചു, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ ഫസ്റ്റ് സെമസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റഹ്മാൻ സാറിൻ്റെ അവിടെ നിന്ന് കോൾ വരുന്നത്. അപ്പോൾ അത് എന്ത് പാട്ടാണ് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സിനിമയിലില്ലാത്തൊരു പാട്ടാണ്. സിനിമയിലില്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പാട്ടില്ല. ലാസ്റ്റ് മിനിറ്റിൽ റഹ്മാൻ സാറിന് തോന്നുന്ന ഒരു പാട്ടും കൂടി കമ്പോസ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഗൗതം മേനോൻ പറഞ്ഞ്
മേ ബി പ്രൊമോ സോങ് ആയിട്ട് കൊടുക്കാം, സോങ് കമ്പോസിഷൻ നടക്കട്ടെ. അങ്ങനെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് തിരിച്ചു വന്നു. അത്ഭുതകരമായിട്ടുള്ളൊരു ഇടപെടൽ ദൈവത്തിൻ്റെ ഞാൻ കണ്ടു. എന്ന് വെച്ചാൽ ഗൗതം മേനോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി, ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് ലണ്ടനിൽ നടക്കുക, ഞങ്ങൾക്ക് താങ്കളെ കൊണ്ടുപോകണം. ബാക്കി എല്ലാവരുടെയും വിസ ഒരു മാസം മുമ്പ് പ്രിപ്പയർ ചെയ്തു. ഇനി താങ്കൾക്ക് വിസ അപ്ലൈ ചെയ്യാനുള്ള സമയമില്ല, താങ്കളുടെ പാസ്പോർട്ടിൽ വിസ ഉണ്ടെങ്കിൽ താങ്കൾക്ക് വരാം. ഞാൻ പറഞ്ഞു, എനിക്ക് വിസ ഇല്ലല്ലോ സാറേ. അപ്പോൾ ആൾ പറഞ്ഞ് എന്നാൽ കുഴപ്പമില്ല സാറില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച് ഞാൻ വീട്ടിൽ വന്ന് പാസ്പോർട്ട് ഇട്ട് നോക്കുമ്പോണ്ടല്ലോ, ഈ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് എക്സ്പയർ ചെയ്യണ രീതിയിൽ എൻ്റെ പാസ്പോർട്ടിനകത്ത് UK വിസ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി, ഇതെങ്ങനെ എൻ്റെ മനസ്സിലില്ല ഈ സംഭവം. കാര്യം എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് പെർഫോമൻസ് വിസയാണ് അടിക്കുന്നത്, US ആണെങ്കിലും ബാക്കി എല്ലായിടത്തൊക്കെ. അതൊരു 10 ദിവസത്തെ 15 ദിവസത്തെ അല്ലെങ്കിൽ 20 ദിവസത്തെ മാക്സിമം 1 മന്ത് അടിച്ചിട്ടുള്ളൂ. പക്ഷേ ലാസ്റ്റ് ടൈം ഞങ്ങൾ UK പോയപ്പോൾ എനിക്ക് 6 മാസത്തെ വിസ അടിച്ചു. അപ്പോൾ സാധാരണ ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ മനസ്സിലത് പോയില്ല, പക്ഷെ വിസ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പം ദൈവത്തിന് അത്രയും ഒരു പദ്ധതി ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ പോയി പാടി തിരിച്ചു വന്നു. ഫൈനലി ഡയറക്ടർ ഇത് പാട്ട് പടത്തിൽ ചേർക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു. ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. സിലംബരച്ചും തൃശ്ശിയും പോയി, ഇനി തിരിച്ച് വിളിക്കാൻ പറ്റത്തില്ല, അഡീഷണൽ കോൾ ഷീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഫൈനലി ചെന്നൈയിൽ വന്ന ഫിലിം മാഗസിനിൽ വന്ന ന്യൂസ് ഇങ്ങനെയായിരുന്നു, ഡയറക്ടർ ഗൗതം മേനോൻ റീറൈറ്റ്സ് ദ സ്ക്രിപ്റ്റ് ഫോർ എ സോങ്. ഒരു പാട്ടിന് വേണ്ടി ഗൗതം മേനോൻ തൻ്റെ തിരക്കഥ മാറ്റി എഴുതിയിരുന്നു. അപ്പോൾ ആ പാട്ട് അതിൽ ചേർക്കാൻ വേണ്ടി അദ്ദേഹം എൻ്റെ കഥ മാറ്റി ഒരു ഏറ്റവും ക്ലൈമാക്സിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതെപ്പോഴും എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ദൈവാനുഭവമായിട്ട് ഞാൻ കാണുക. കാര്യം എന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ദൈവത്തിന് ഒരു പക്ഷേ ഇതിലും വലിയൊരാളുണ്ടായിരുന്നെങ്കിൽ അയാളെ ഉപയോഗിച്ചെന്നെ എന്ന് ഞാൻ ആലോചിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയർ വൈസും എൻ്റെ വിശ്വാസ ജീവിതത്തിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു ഈസ്റ്റർ ശരിക്കും ദൈവം അതോടെ എനിക്ക് തന്നു. ഒരു വലിയൊരു അനുഭവമായിട്ട് ഞാനത് ചേട്ടനെന്തായാലും അതിൻ്റെ ഇതിലൊരു 4 വരി ഇതിലൊരു പാട്ട്. അനുരഞ്ജനത്തിൻ്റെ പൂവാടിയിൽ നിങ്ങൾ അണയുവിൻ പ്രത്യാശ പൂർണ്ണരായി, അനുതാപമിഴിനീരില്ലകതാർ കഴുകുവാൻ അണയുവിൻ നിങ്ങൾ വിനീതരായ. അനുരഞ്ജനത്തിൻ്റെ പൂവാടിയിൽ നിങ്ങൾ അണയുവിൻ പ്രത്യാശ പൂർണ്ണരായി, അനുതാപമിഴിനീരില്ലകതാർ കഴുകുവാൻ അണയുവിൻ നിങ്ങൾ വിനീതരായ. അനുരഞ്ജനത്തിൻ്റെ പൂവാടിയിൽ നിങ്ങൾ അണയുവിൻ പ്രത്യാശ പൂർണ്ണരായി. ഇത് ഏറ്റവും ആദ്യം കമ്പോസ് ചെയ്ത പാട്ടാ. എൻ്റെ ദൈവം. അപ്പോൾ അതൊരു ഒരു ഉത്തേജനം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് നേരെ പോയിട്ട് ഒരു കോമ്പറ്റീഷന് പാടി, നമ്മളുടെ രൂപത കലോത്സവമില്ലേ, ഈ രൂപതകൾ തമ്മിലുള്ളൊരു. അപ്പോൾ അതിന് പാടിയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അതൊരു ശരിക്കൊരു ഇൻസ്പിറേഷനായി. മേ ബി ദൈവം കമ്പോസ് ചെയ്ത്. അത് എത്ര വയസ്സുണ്ടപ്പോൾ? എനിക്ക് തോന്നുന്നു 9-ലോ 10-ലോ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ദൈവത്തിന് വേണ്ടിയിട്ട് തന്നെ കമ്പോസ് ചെയ്യാൻ ദൈവം അനുവദിച്ചു. കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ കഴിവ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ദൈവം എന്നെ വളർത്താൻ തുടങ്ങിയത്. അത് എനിക്കത് ദൈവം ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. നീ എനിക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി 10 അല്ല, അതിന് 10 മടങ്ങ് സ്റ്റെപ്പ് വെച്ച് നിൻ്റെ അടുത്തോട്ട് ഞാൻ വരും എന്നുള്ളൊരു ബോധ്യം ദൈവം എനിക്ക് കാണിച്ചു തരുമായിരുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഷാലോം TV-ൽ ഈ പ്രോഗ്രാം എൻ്റെ അമ്മച്ചി കാണുന്നുണ്ടാവും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ജോബിൻ്റെ അമ്മച്ചിക്ക് എല്ലാ ആശംസകളും സ്പെഷ്യലായിട്ട്. അമ്മച്ചി ഞാനിവിടെ ഉണ്ട്. എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറച്ച് ലൈക്ക് അൽഫോൺസ് ചേട്ടനും മിന്നു ചേച്ചിയും ശൈലിനും ഒക്കെ ഉണ്ട്. എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഇതുവരെ ഞാനിപ്പോൾ ഐ എം 33 നൗ, ഇതുവരെ എനിക്ക് എല്ലാം
ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ഐ എം വെരി കണ്ടൻറ്റ് അബൌട്ട് ഇറ്റ്. ഞാൻ വളരെ ഹാപ്പിയാണ്. അതിന് നന്ദിയാണ് ഫസ്റ്റ് പറയാൻ. കൂടുതൽ ഓഫ് കോഴ്സ് ആംബിഷനായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ബട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് എന്തൊക്കെ ഞാൻ ആഗ്രഹമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇതുവരെ ഞാൻ വളരെ ഹാപ്പിയാണ്. അതെനിക്ക് തോന്നുന്നു ഓൺലി ബിക്കോസ് ഓഫ് ഗോഡ്. ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴായാലും ഈ പറഞ്ഞ കണക്ക് ശരിക്കും അത് റിയലൈസ് ചെയ്ത്, പണ്ടൊക്കെ ഞാനൊരു അത്യാവശ്യം ഇച്ചിരി റിബൽ ആയിട്ട് നടന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനോട് പള്ളി പോകാൻ വൈകും, സമയത്തെത്തില്ല. അപ്പോഴൊക്കെ പാരൻസ് പറയും, അല്ലെങ്കിൽ വല്യമ്മച്ചി പറയും, അല്ലെങ്കിൽ പറയും കൃത്യമായിട്ട് ചെയ്യണം ഇതൊക്കെ പ്രാർത്ഥന. അപ്പോൾ നമുക്കൊരു ആ ഒരു പ്രായത്തിൽ ചിലപ്പം കുറച്ച് ഇങ്ങോട്ടൊക്കെ പോകുന്നൊരു സമയമുണ്ടല്ലോ. പക്ഷെ അതിൽ നിന്നൊക്കെ ഓരോ ദിവസം ചെല്ലുന്നതോറും നമ്മൾ വി ഗെറ്റ് മെച്യൂർഡ് ആൻഡ് വി സ്റ്റാർട്ട് റിയലൈസിങ് ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു 10 വർഷമായിട്ട് ഇപ്പോൾ ഞാൻ മ്യൂസിക് ചെയ്യുന്നുണ്ട്. എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. ഇതിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം ഇല്ലാത്ത പരിപാടിയാണ്. അത് ഡെസ്റ്റിൻഡ് എന്ന് പറഞ്ഞാൽ അത് ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ എവറിബഡി എന്ന് പറഞ്ഞ പോലെ അത് കറക്റ്റായിട്ട് അതിലേക്ക് വന്ന് വീഴാൻ എൻ്റെ അപ്പച്ചൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കാം. പക്ഷേ പുള്ളിയെ അത് തോന്നിച്ചു, എന്നെ പണ്ട് പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഐ റിയലി ബിലീവ്. അന്നത് ഞാൻ ഓർത്തിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാനത് ആഫ്റ്റർ 10 years ഓഫ് മ്യൂസിക്കൽ ബിറ്റ് ഓഫ് എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഞാൻ ശരിക്കും അത് മനസ്സിലാക്കുകയാണ്. ഇനി അങ്ങോട്ട് ആ സപ്പോർട്ടില്ലാണ്ട് രക്ഷയില്ലാന്ന് സീരിയസ്ലി റിയലൈസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. എന്നുവെച്ചാൽ അത് പറഞ്ഞ പോലെ ഒരു പ്രായത്തിൻ്റെ ഇതിൽ നമ്മൾ അനുഭവങ്ങളിൽ നിന്നും ഇത് ഞാൻ ചേട്ടനോട് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മനസ്സിലാക്കി ഞാനൊരു ലിറ്ററൽ ഐ ഹാവ് സ്റ്റാർട്ടഡ് ഇവോൾവിങ് ടു ദ ഫെയ്ത്ത്. ദൈവത്തിനായിട്ട് സമർപ്പിച്ച് പോകാനുള്ള ഒരു മാച്യൂരിറ്റിയിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് എനിവേസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ പണ്ട് ആ പാട്ട് കേൾക്കാൻ വേണ്ടി റേഡിയോ താഴെ ഇടുമായിരുന്നു എന്നാണ് എൻ്റെ അപ്പച്ചൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ആ പാട്ട് ഞാൻ 4 വരി പാടാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടാണ്. രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ, നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ, രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ, നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയണമേ. ജോബിനെ ആദ്യം കാണുന്നത് ശരിക്കും സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ്, അമൃതല കണ്ടസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രെയിനറായിട്ട്, ജഡ്ജ്മെൻറ്റ് മാത്രമല്ല ട്രെയിനറായിട്ട്, അപ്പോൾ ഇവരായിട്ട് കുറേയും കൂടി അടുത്ത് ഇടപഴകാനൊക്കെയുള്ള അവസരങ്ങൾ കിട്ടാറുണ്ട്. അപ്പം ഞാൻ പല സമയത്തും ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഇച്ചിരി സമയം എടുക്കും ഈ ട്രെയിനിങ്ങിന് മുമ്പൊക്കെ. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബിൻ്റെ ലൈഫിൽ ശരിക്കും ദൈവം ഇങ്ങനെ ഒരു ഗ്രാഫ് ശരിക്കും കൊടുക്കുന്നു. വെച്ചാൽ വേറെ എന്തും കൊണ്ടല്ല, ജോബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശ്രമം ഉണ്ടല്ലോ, ഇങ്ങനൊരു അത് ഇങ്ങനെ അതായത് എളിമയോട് കൂടിയിട്ടുള്ളൊരു പരിശ്രമം, ശാന്തതയോടെ ഓരോ സിറ്റുവേഷനെ ശാന്തമായിട്ട് ഡീൽ ചെയ്യുന്നൊരു ഇത്. ടെൻഷൻ അല്ല, ഞാൻ പറഞ്ഞ വെച്ചാൽ നമുക്ക് പലരെയും അറിയാം, പല ആൾക്കാരും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്. ഈവൺ എനിക്ക് പോലും ചില കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇതായിട്ട് പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആ സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നിട്ട് പോലും. അപ്പം എനിക്ക് കാണാൻ പറ്റിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ കാര്യങ്ങളോട് വളരെ ശാന്തതയോടുകൂടെ, മേ ബി ഉള്ളിൽ ടെൻഷൻ ഉണ്ടാവുമായിരിക്കും എങ്കിൽ പോലും അതൊരു വീട്ടിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളൊരു ആ ഒരു ദൈവഭയത്തിൻ്റെയൊക്കെ ഒരു ഇതാണ്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദൈവം പിന്നീട് ആ ഉയർച്ച കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പഠിക്കാനായിട്ട് സമയമെടുത്തു, തൃശ്ശൂർ വന്ന് നിന്നിട്ട് പിയാനോ പഠിക്കുന്നു, അങ്ങനെ പല ഇതുകളും. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് പറയുന്നൊരു കാര്യമാണ്. അതായത് ഞാൻ ഇനിയും ഒന്നും ആയിട്ടില്ല, എനിക്ക് ഇനിയും എക്വിപ്ഡ് ആവണം, ദൈവമേ നീ എന്നെ ഹെൽപ്പ് ചെയ്യണമേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു
ഫലമാണ് ശരിക്കും തുടർന്നുള്ള സമയങ്ങളിൽ കാണാനായിട്ട് സാധിച്ചത്. വെച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഓപ്പർച്യൂണിറ്റി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോലും അറിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില അവസരങ്ങൾ നമ്മളെ തേടി. അത് ശരിക്കും ഒരു പ്ലാൻ ഓഫ് ഗോഡ് തന്നെയാണ്. അത് ഭയങ്കര ഒരു എൻ്റെ അനുഭവം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ മ്യൂസിക്കിൽ എനിക്ക് നമുക്ക് പഠിക്കാം, നമുക്ക് ശ്രമിക്കാം, പക്ഷേ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും കറക്റ്റ് ഒരാൾ പരിശ്രമം വേണം. പരിശ്രമം ദൈവം അങ്ങനെ ഓരോ റിസൾട്ട്. അതെ, എനിക്ക് ഇതുവരെ അത് തന്നിട്ടുണ്ട്. ഞാൻ ഇനിയും എൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ശ്രമം നടക്കും. ദൈവം അത് കാണട്ടെ, ഈശോ അത് കാണട്ടെ എന്നാണ്. അങ്ങനെ കേട്ടോണ്ടിരിക്കണല്ലോ. കാസർഗോഡ് ജില്ലയിലാണ് ശരിക്കും ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് ശരിക്കും പക്ഷേ എനിക്ക് പണ്ട് മുതലേ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, എനിക്കൊരു നല്ലൊരു സിംഗർ ആവണം, എനിക്കൊരു പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ആ ഏരിയയിലൊന്നും അങ്ങനെ ആരും അവിടെ നിന്നൊന്നും വന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഫാദറാണെങ്കിലും ഭയങ്കര പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഫാമിലിയിലുള്ള എല്ലാവർക്കും ചെറുപ്പം തൊട്ടേ പാട്ടുകളൊക്കെ പഠിപ്പിക്കും, കോമ്പറ്റീഷൻസിനൊക്കെ കൊണ്ടുപോകും. അതങ്ങ് കേരളത്തിൻ്റെ അങ്ങേ അറ്റത്താണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് വരെ വന്നിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു റിയാലിറ്റി ഷോയിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ അതിൻ്റെ ഒരു 5th സ്റ്റേജൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും അവിടെ നിന്നൊരു ആക്സിഡൻ്റായി, അങ്ങനെ എലിമിനേറ്റഡായി, പാടാൻ പറ്റാത്ത, മാർക്ക് കുറഞ്ഞു, അങ്ങനെ ഞാൻ എലിമിനേറ്റ് ആവുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് ജോണ്ടിസൊക്കെ പിടിച്ച് ഹെൽത്ത് വൈസ് ഭയങ്കര ഡള്ളായി, മെൻ്റലി ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയ ഒരവസ്ഥയായി. അതിനുശേഷം എനിക്ക് റിയാലിറ്റി ഷോസിലേക്ക് പോകാനും ഒക്കെ ഭയങ്കര ഒരു പേടിയും ഒരു ഇഷ്ടമല്ലാതെ ആയിപ്പോയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു, മോളായി. പിന്നെ ഞാൻ ആ ഫാമിലി ലൈഫ് മാത്രമായിട്ടായിരുന്നു ശരിക്കും ജീവിച്ചത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡും ഇതുപോലെ പാട്ട് ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ട് മാത്രം എന്നെ കല്യാണം കഴിച്ച ഒരാളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ ശരിക്കും ഈ ഒരു ഇന്ത്യൻ വോയിസ് എന്ന് പറഞ്ഞത്. ഞാൻ പോലും അറിയാതെ എൻ്റെ ഈ CD പാടിയ പാട്ടുകൾ അയച്ചു കൊടുത്തു, സെലക്ഷൻ കിട്ടി. അങ്ങനെയാണ് ഞാൻ അതിൽ പോയത്. ആദ്യം ഞാൻ ഒരു ഹോപ്പും ഇല്ലാണ്ട്, കാരണം ഒരു പ്രാക്ടീസും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പോയി അതിൽ കിട്ടി. ആദ്യം കിട്ടിയപ്പോൾ ഒരു സന്തോഷമായി. പിന്നെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും കിട്ടി. ആ ഒരു ഗ്രൂമിങ്ങിൽ വന്ന് കുറേ പ്രാക്ടീസൊക്കെ കിട്ടി. അങ്ങനെ ശരിക്കും ഓരോ സ്റ്റേജും എനിക്ക് ശരിക്കും ദൈവം എന്നെ തിരിച്ച് ആ പാട്ടിലേക്ക് കൊണ്ടുവരായിരുന്നു. ശരിക്കും പറഞ്ഞു ഞാൻ വേണ്ട, ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഉപേക്ഷിച്ചതായിരുന്നു. പക്ഷെ ദൈവത്തിന് എന്താ പറയുന്നത്, എന്നെ വീണ്ടും പാട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കുമല്ലോ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലീനെ കിട്ടിയത്, ഒരു വഴക്കും ഉണ്ടാക്കാത്തൊരു മോളെ തന്നതും. പിന്നെ അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണെങ്കിലും എനിക്ക് ഓരോ എപ്പിസോഡിന് മുമ്പും അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഒരു ഇതായിരുന്നു. ശരിക്കും ഈ ജപമാല ചൊല്ലി ഓരോ കാര്യം തുടങ്ങുന്നത് ശരിക്കും എൻ്റെ ഫാമിലിയിലുള്ളവരുടെ ഒരു ശീലമായിരുന്നു. അപ്പം അങ്ങനെ ഓരോ എപ്പിസോഡിന് മുമ്പ്, എൻ്റെ പാട്ട് വരുന്നതിന് മുമ്പ് ഞാനും ഹസ്ബൻഡും രണ്ടുപേരും റൂമിലിരുന്ന് കൊന്ത ചൊല്ലിയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വയ്യെങ്കിലും എനിക്ക് അന്ന് സ്റ്റേജിൽ ആ ഒരു 5 മിനിറ്റ് എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുമായിരുന്നു. അത് ശരിക്കും ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുപോലെ അതിൻ്റെ ഗ്രാൻഡ് ഫിനാലയുടെ സമയത്തും ശരിക്കും പറഞ്ഞാൽ 2 ദിവസം മുമ്പേ ഞങ്ങൾ 2-3 കണ്ടസ്റ്റൻസിന് തീരെ വയ്യായിരുന്നു. കാരണം അവിടുത്തെ പൊടി ഡസ്റ്റ് അടിച്ച് അലർജിയായി ഇരിക്കുകയായിരുന്നു. അപ്പം ഗ്രാൻഡ് ഫിനാലെ നന്നായിട്ട് പാടണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. കിട്ടുമോ കിട്ടാതിരിക്കുമോ, നന്നായിട്ട് പാടണം എന്നൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്നും ദൈവം ഇതേപോലെ തന്നെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞാനാണോ പാടിയെന്ന് തന്നെ എനിക്കറിയില്ല. ഒരു ടെൻഷനേ ഉണ്ടായിരുന്നില്ല ശരിക്കും പാടുമ്പോൾ. പാടിക്കഴിഞ്ഞ് ഇത് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്ത കാര്യം മുട്ടുകുത്തി കുരിശ് വരയ്ക്കുക ചെയ്തത് സ്റ്റേജിൽ. എനിക്കിപ്പോഴും ആ ഒരു ശരിക്കും ദൈവം എന്നെ ആ ഒന്നിൽ ഞാൻ തോറ്റുപോയെങ്കിലും ദൈവം എന്നെ അടുത്തതിൽ എന്നെ വിജയിയാക്കി എന്നുള്ളതായിരുന്നു. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. ആദ്യമായിട്ട് ഞാൻ ഫിലിമിൽ പാടി. ഇപ്പോൾ ഞാൻ ഇഷ്ടംപോലെ എന്താ പറയുക, ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ടുകൾ എനിക്ക് പാടാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പം കാസർഗോഡ് നിന്ന് കോട്ടയത്തേക്ക് സെറ്റിലായി.
അങ്ങനെ ജീവിതം ശരിക്കും വേറെ അടുത്തൊരു ലെവലിലേക്ക് ദൈവം എത്തിച്ചു. അപ്പോൾ അതിനെനിക്ക് ഒത്തിരി എന്താ പറയുക, ദൈവത്തോട് ഒത്തിരി നന്ദി പറഞ്ഞാലും എനിക്ക് അത് മതിയാവില്ല സത്യം പറഞ്ഞാൽ. അതാണ് എനിക്ക് ഈസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഉയർച്ച എന്ന് പറയണേ, ഉയർത്തെഴുന്നേൽപ്പ്. അതെ, ആ ഒരു ദൈവമഹത്വം പാട്ടായിട്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാദറിന് പഴയ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു, ജാനകി അമ്മയുടെ കുറേ ഡിവോഷണൽ സോങ്സ്. അപ്പം എനിക്ക് ഓരോ ദിവസം ഇങ്ങനെ ഇത്ര പാട്ട് ലിസ്റ്റ് ഇട്ട് വെക്കും. തിരിച്ച് വെക്കേഷൻ്റെ സമയത്ത് ഈ ഇത്ര പാട്ടുകൾ ഇന്ന് നീ വൈകുന്നേരം പാടിക്കേൽപ്പിക്കണം, അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ പഠിച്ച എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചൊരു പാട്ടാണ്, എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. കാണാതെ പോയോരാടു ഞാൻ, കാണാതെ പോയോരാടു ഞാൻ, ലോക മുൾപടർപ്പിൽ എൻ പ്രാണൻ പിടയുന്നു, എൻ്റെ ഇടയനമേശുവേ തേടി വരൂ, പതിതയമെന്നെ നീ തേടി വരൂ, കാണാതെ പോയോരാടു ഞാൻ. അല്ല, ഞാൻ ശരിക്കും അത് ഓർക്കുമായിരുന്നേ, കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആയി. അപ്പച്ചൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ, ഒരു പാട്ട് നീ ഒരാഴ്ച ഇത്രയും പാട്ട് നീ പഠിക്കണം. പക്ഷെ അതൊരു വെച്ചാൽ അന്നേരം കുഞ്ഞുനാളിൽ നിന്നും ചിലപ്പോൾ അതിനെ പറ്റി അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഒരു നിധിയാണ്. ആ പാട്ടുകൾ പഠിച്ചു, അതിനകത്തുള്ള രീതികൾ, സംഗതികൾ, ഇതെല്ലാം പ്രായോഗികമായിട്ടുള്ള രീതിയിലേ ദൈവം നമ്മള്. അന്ന് എനിക്ക് ദേഷ്യം വരുമായിരുന്നു, ഇങ്ങനെ ഇത്ര പാട്ട് ദൈവം ഇത്രയും പാട്ട് ഞാൻ പഠിക്കണമല്ലോ എന്ന് ഓർത്ത്. പക്ഷെ ഇപ്പം ഞാനത് ഓർക്കുമ്പോൾ അന്ന് പഠിച്ച പാട്ടുകളും അതിൻ്റെയൊക്കെ ആ ഒരു ഇതാണ് ഇപ്പോഴും എനിക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കളക്ഷൻ, അച്ഛൻ്റെ ആ ഒരു പാട്ടിനോടുള്ള ഒരു ഇഷ്ടം, അതൊക്കെയാണ് ശരിക്കും. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ അപ്പച്ചനും. അൽഫോൺസിനെ അറിയാം, അൽഫോൺസ് കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ മരിച്ചുപോയി, 18 വർഷം കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ അപ്പച്ചനും ഇതുപോലെ കുഞ്ഞുനാളിലേ തുടങ്ങി. അന്നൊന്നും വീട്ടിൽ കറണ്ടില്ല. ഞങ്ങളൊരു ചെറിയ ഗ്രാമത്തിലാണ് ഞങ്ങളുടെ വീട്, കീഴ്മാട്, ആലുവയ്ക്കടുത്ത്. ഇപ്പോൾ കുറച്ച് കുന്നുകളും തോടുകളും ചിറകളും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലം, പാടം. അപ്പം അവിടെ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മെയിൻ റോഡിൽ നിന്നൊക്കെ കുറച്ച് ഉള്ളിലേക്കാണ്. വീട്ടിൽ റേഡിയോ ആണ്, ബാറ്ററി ഇട്ടിട്ടാണ് റേഡിയോ. അപ്പം രാവിലെ തുടങ്ങിയത് ഓണായിരിക്കും. അമ്മച്ചി ഇങ്ങനെ പാട്ടുകൾ പഠിച്ചു വയ്ക്കും. ഞങ്ങൾ പാടുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അമ്മച്ചി കറക്റ്റ് ചെയ്ത് തരും. എനിക്ക് 3 ചേച്ചിമാരാണ്. അപ്പോൾ റേഡിയോയിൽ ഒരു പ്രാവശ്യമല്ലേ റിവൈൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ 3 പേരും ബുക്ക് എടുത്ത് വെച്ചിരിക്കും. എനിക്ക് എഴുതാനൊന്നും അറിയില്ല. മൂത്തേച്ചി ഒരു വരി എഴുതുമ്പോൾ അടുത്ത ആൾ 2ാമത്തെ ലൈൻ, പിന്നെ 3ാമത്തെ, അങ്ങനെ പാട്ട് എഴുതിയെടുക്കുമായിരുന്നു. എൻ്റെ ലൈഫിൽ ഓരോ അവസരങ്ങളെടുത്ത് നോക്കിയാലും ഇങ്ങനെയായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെ, ഞാൻ ആഗ്രഹിക്കാതെ തമ്പുരാൻ എന്നെ ഉയർത്തിക്കൊണ്ടിരുന്നു, ഇപ്പോഴും എന്നെ താങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ശരിക്കും ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കും ചെറുപ്പത്തിൽ ഇപ്പോൾ സെലിം പറഞ്ഞ പോലെ അപ്പച്ചനെ പിടിച്ചിരുത്തി എന്നെയും ചേട്ടനെയും പിടിച്ചിരുത്തി പഠിപ്പിക്കും. അപ്പം ചേട്ടൻ കുറച്ചും കൂടി വലുതായതുകൊണ്ട് കുറച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും ആൾ സ്കൂട്ടാവും സൈഡിൽ കൂടെ. ഞാൻ ചെറുതായതുകൊണ്ട് എണീറ്റ് ഓടാൻ പറ്റില്ല, അപ്പോൾ അവിടെ തന്നെ ഇരിക്കും. പക്ഷെ പിന്നീട് ചേട്ടൻ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് മര്യാദയ്ക്ക് ഞാനും അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. കാരണം അതിൻ്റെ ഒരു ഗുണം നമുക്ക് ഇപ്പോഴാണ് ഇത് വരുന്നത്. ആരോമലി പാടി കഴിഞ്ഞിട്ടുണ്ടായ ഒരു അനുഭവം കൂടി പറയാൻ ആഗ്രഹിക്കാം. ഇപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഹിന്ദിയൊക്കെ പാടുമെന്ന് ചോദിച്ചു. അപ്പോൾ പണ്ട് ഗസലൊക്കെ പാടിയിട്ടുള്ളൊരു ധൈര്യമുള്ളതുകൊണ്ട് നമ്മൾ ഹിന്ദി പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഉള്ളിലൊരു പേടി, റഹ്മാൻ സാറ് നല്ല ഉള്ളിലൊരു പേടി. ഹിന്ദി എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഹിന്ദിയായിട്ടൊരു കണക്ഷൻ ഇല്ലേ. പ്രീ ഡിഗ്രിക്ക് ലാറ്റിനാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഡിഗ്രി വന്നപ്പോൾ മലയാളം എടുത്തു. അപ്പോൾ ഹിന്ദിയായിട്ടുള്ള കണക്ഷനെ വിട്ടുപോയി. അങ്ങനെ ഞാൻ ബോംബെക്ക് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് ഒരു ദിവസം പെട്ടെന്ന് കോള് വന്നു. അങ്ങനെ ബോംബെക്ക് പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സാറ് കാണുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റഹ്മാൻ സാറില്ല.
ജാവേദ് അക്തർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ലിറിക് എഴുതിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹം അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുട്ട് പറിക്കാൻ തുടങ്ങി. അവിടെ ചെന്ന് എൻജിനീയർ ഉണ്ട് പറഞ്ഞു ലിറിക്സ് എഴുതിയെടുക്കാം. അപ്പോൾ അദ്ദേഹം ഹിന്ദിയിൽ പറഞ്ഞു, ഞാൻ മലയാളത്തിൽ എഴുതിയെടുത്തു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് പാടാൻ വേണ്ടി സ്റ്റുഡിയോ കയറി 2 ലൈൻ പാടി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു സ്റ്റോപ്പ്. എൻജിനീയറോട് പറയാം. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, പറയാനറിയില്ല എന്ന് പറഞ്ഞു. എൻജിനീയറോട് പറഞ്ഞു ഇയാളാണോ പാടുന്നത്, ഇയാൾ തന്നെയാണോ പാടേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എൻജിനീയർ പറഞ്ഞു ഇദ്ദേഹമാണ് എൻ്റെ ഒറിജിനൽ പാട്ട് പാടിയിരിക്കുന്നത്, അപ്പോൾ ഇയാളെ കൊണ്ട് തന്നെ പാടിക്കണം എന്ന് റഹ്മാൻ സാറ് പറഞ്ഞിരിക്കണേ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇച്ചിരി ടെൻഷനായ പോലെ പുള്ളി ഇരിക്കുക. പുള്ളി പറഞ്ഞു പുള്ളി പാടുന്ന കേട്ടിട്ട് ഹിന്ദി പോലെ എനിക്ക് തോന്നണില്ല, എന്തായാലും നമുക്കിപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്യാം, ചായ കുടിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ഇതും കൂടി കേട്ടോട് കൂടി എൻ്റെ കംപ്ലീറ്റ് ധൈര്യം പോയി. ഞാൻ എന്നിട്ട് എന്താ ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചായ കുടിക്കാനും തോന്നില്ല, ഒന്നും തോന്നില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഫോൺ എടുത്തിട്ട് വൈഫിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറയാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്നും റേഞ്ചില്ല. അവിടെ മൊത്തം റേഞ്ച് കട്ടാക്കിയിട്ടിരിക്കുക, ആ ഏരിയയിൽ ജാം ചെയ്തിരിക്കുക. ഇനി എന്ത് ചെയ്യും കർത്താവേ? ഞാനവിടെ ഇരുന്ന് നേരത്തെ സെലിം പറഞ്ഞ പോലെ കൊന്ത ചൊല്ലാൻ തുടങ്ങി. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥനയുള്ളത് എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ, വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കൊന്തയൊക്കെ ചൊല്ലി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വിളിച്ചു. അകത്തിട്ട് ചെന്ന് ഓരോരോ ലൈനായിട്ട് ഇങ്ങനെ പാട്ടെടുക്കാൻ തുടങ്ങി. പാട്ടെടുത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, ഹിന്ദി അറിയുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ പാട്ട് പാടിച്ചിട്ടുണ്ട്, അപ്പോൾ ഹിന്ദി അറിയാത്ത ഒരാൾ ഇത്ര നന്നായിട്ട് ഹിന്ദി പാടുന്നത് ഐ എം ഹിയറിങ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കൈ തന്നു. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര എനിക്കൊരു അവാർഡ് കിട്ടുന്നതിനേക്കാളും ഭയങ്കര ഒരു സന്തോഷം എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് വേറൊരു ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവം എനിക്ക് ഇതാണത്. ഞാൻ പുറത്തിറങ്ങിയിട്ട് റേഞ്ച് വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിക്കുക. അപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ധ്യാനങ്ങളും ഇതൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന ചേട്ടനാണ്. ചേട്ടൻ ചില സമയത്ത് തന്നെ വിളിക്കും, എന്നിട്ട് പറയും അൽഫോൺസേ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അപ്പോൾ കൃത്യം എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്തായിരിക്കും ആ ചേട്ടൻ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും ഉണ്ട് ചേട്ടാ, ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ 2-3-4 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കൃത്യം ഞാൻ ഇങ്ങനെ കിടന്ന് ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ആൾക്കൊരു പ്രയറിലൊരു വിഷൻ കാണുക, ഞാനിങ്ങനെ ശ്വാസം കിട്ടാതെ പെടയുന്നതായിട്ട്. അപ്പോൾ ഉടനെ തന്നെ ആൾ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അപ്പം എനിക്ക് മൊബൈൽ ഇതായതുകൊണ്ട് കോള് ഡൈവേർട്ട് ചെയ്തിട്ട് എൻ്റെ സ്റ്റുഡിയോയിലുള്ള പയ്യൻ്റെ ഫോണിലേക്ക് ഇത് വന്നത്. എന്നിട്ട് ആളോട് ഇങ്ങനെ പറഞ്ഞു അൽഫോൺസ് എവിടെ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ബോംബെക്ക് പാടാൻ വേണ്ടി പോയിക്കാന്ന് പറഞ്ഞു. എന്താണെങ്കിലും അൽഫോൺസ് ഇടയ്ക്ക് വിളിക്കുവാണെങ്കിൽ പറയണം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കണ്ട, ഭയപ്പെടേണ്ടെന്ന്. പക്ഷേ ആ മെസ്സേജ് ഒന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷേ ദൈവം അവിടെ പരിപാലിച്ചു എന്നുള്ളതാണ്, ശക്തമായിട്ട് പരിപാലിച്ചു എന്നുള്ളതാണ് ഒരു ഭയങ്കര. അപ്പോൾ എനിക്ക് ദൈവം ഒന്നും കൂടി എനിക്കൊരു കൺഫർമേഷൻ തരാം, ഹി വാച്ചസ് ഓവർ യു. ദൈവം നിൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു വചനം പറയില്ലേ, നിങ്ങളുടെ ഭാരം നിങ്ങൾ കർത്താവിൽ അർപ്പിക്കുവിൻ, അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് പറയുന്ന ആ ഒരു വചനം ഭയങ്കരമായിട്ട് ഒരു മെമ്മറിയിലേക്ക് വരാം. ഒരു പക്ഷേ നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നും നമുക്ക് ലൗകികമായിട്ടുള്ള നേട്ടങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും ചില സമയങ്ങളിൽ. പക്ഷേ ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നില്ല എന്നുള്ളതല്ല എൻ്റെ ഒരു ഇത്. നമ്മൾ പുറത്തുനിന്ന് ലോകം കാണുന്ന പോലത്തെ ഒരു ബ്ലെസ്സിങ് അല്ല ദൈവത്തിൻ്റെ. ചിലപ്പോൾ അതൊരു ഭൗതിക നന്മ പോലെ നമുക്ക് കാണാം, പക്ഷേ മറ്റൊരു വശത്തിൽ ആത്മീയമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നന്മ ദൈവം വർഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ ലൈഫിൽ. ഞാനിപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും പല ആളുകളായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എന്തുമാത്രം അസ്വസ്ഥതയിൽ ആളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമ മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും പ്രശസ്തിയുണ്ട്, പൊസിഷനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരിൽ പുറന്ന് കാണുമ്പോൾ ഭയങ്കര ഫെയിം എല്ലാം ഉണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മിസ്സിങ് ആണ്, ഭയങ്കരമായിട്ടൊരു ലോസ്റ്റ് ഫീലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്കിങ്ങനെ ദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ദൈവം തന്നു എന്ന് പറയണത് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കര ഒരു അനുഗ്രഹം മറ്റെല്ലാത്തിനേക്കാളും. അല്ലെങ്കിൽ അപ്പോൾ എന്തായാലും അതിന് ഒത്തിരി ദൈവത്തിനൊരു നന്ദി പറയുക. ചേച്ചി ഒരു പാട്ടും കൂടി കേൾക്കണം ചേച്ചിയുടെ ഭാഗത്തുനിന്ന്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് ചേച്ചി പാടി. എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ആ പാട്ടിൻ്റെ ഇൻഫ്ലുവൻസ് അത്രയ്ക്കാണ്. ആ പാട്ട് പാടുമ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ സുഖമില്ലാത്ത അവസ്ഥയിൽ പാടിയ പാട്ടാണത്, ആരാധിച്ചിടാം. അതിൻ്റെ ഒരു സ്ട്രെയിൻ ആ പാട്ടിലുണ്ട്. പിന്നെ എൻ്റെ മനസ്സിൻ്റെ വേദനയും കൂടെ അതിലുണ്ടാവുമായിരിക്കാം.
അപ്പോൾ ദൈവം കൂടുതൽ അനുഗ്രഹിച്ച്, ദൈവത്തിൻ്റെ ശബ്ദമാണത്, ഞാനല്ല പാടിയേക്കുന്നത്. അത് ഞാനിപ്പോൾ പാടുന്ന എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ്. എനിക്ക് ആ ഒരു ബോധ്യം തന്നതും തമ്പുരാൻ തന്നെയാണ്. എന്ന് വെച്ചാൽ എന്നെ ശബ്ദമില്ലായ്മയിലൂടെ കുറേ വർഷങ്ങൾ കടത്തിക്കൊണ്ടുപോയി, ഇതെൻ്റെയാണ്, നീ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ തിരിച്ചു തന്നതാണ്. ഇതിപ്പോൾ ഇനി ഇത് നീ പിടിച്ചോ എന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ ശബ്ദം എനിക്ക് തന്നത്. അപ്പം എല്ലാവരും പറയും പണ്ട് ഭയങ്കര യങ്ങായിട്ട് ഭയങ്കര സ്വീറ്റാണ് എന്നൊക്കെ പറയും വോയിസിനെ കുറിച്ച്. അപ്പം ഞാൻ പറയും പണ്ട് നല്ലതായിരുന്നു, ഇപ്പം അതിലും നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ട് കിട്ടിയ ശബ്ദമാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇപ്പോഴത്തെ ശബ്ദമാണെന്ന് ഞാൻ പറയും. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ ഓരോ നിമിഷവും ഓരോ ശ്വാസവും കർത്താവിലാണ്. എൻ്റെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. ഞാൻ ആരാധിച്ചിടാൻ പാടാം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൾ വാഴണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൾ വാഴണം. ശരിക്കും അല്ല, ഈ പാട്ട് അനേകരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം കൊടുത്തിട്ടുള്ള ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു ചേച്ചി ആ വിഷമത്തിൻ്റെ അവസ്ഥയിൽ അത് പാടിയപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു ബൈബിളിലെ ഒരു ഭാഗം ഇതാണ്. പൗലോസും സീലാസും അവർക്ക് അടി കിട്ടിയിട്ട് യേശുവിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞ് അവർ മൊത്തം അടിച്ച് അവരൊരു പരുവാക്കിയിട്ട് മർദ്ദിച്ച് അവശരാക്കിയിട്ട് അവരെ ജയിലിൽ കൊണ്ടിടുക. അപ്പോൾ നോർമലി അങ്ങനെ അടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടാം, നീ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, നീയും കൂടെ നിന്ന് ഇങ്ങനെ ഇതായിക്കൊണ്ടല്ലേ, അങ്ങനെ സാധാരണ നിലയ്ക്ക്. പക്ഷെ അവിടെ അവർ പരസ്പരം കർത്താവിൻ്റെ പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ വിഷമത്തിൻ്റെ അവസ്ഥയിൽ, ഈ ആ ഒരു മാനസിക വിഷമത്തിൻ്റെ ശാരീരിക പ്രശ്നങ്ങളുടെയൊക്കെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പാടുന്നത് ആരാധിച്ചിടാമെന്ന്. അതിനകത്ത് തന്നെ ഒരു പ്രാർത്ഥന വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആരാധിച്ചിടാം, കുമ്പിട്ട് ആരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ ഉപദാനം പാടിയിടാം. അപ്പോൾ അത് ശരിക്കും ദൈവം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് ഈ പാട്ട് കേൾക്കുന്നവർക്കൊക്കെ ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഒരു സിനിമയിൽ നമ്മൾ പാടുന്ന പാട്ടും നമ്മളുടെ ഒരു ഭക്തിഗാനം പാടുമ്പോഴുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിതമാണ്. ഈ പാട്ട് നമ്മൾ പാടുന്ന ഒരു പാട്ട് നമ്മൾ ജീവിക്കുകയാണ്, നമ്മുടെ ജീവിതമാണ് അനുഭവമായിട്ട് മാറണം. മറ്റൊരിടത്ത് നമുക്ക് നിർബന്ധമില്ല, നമ്മളത് ജീവിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അത് ഒരിക്കലും നമ്മുടെ ലൈഫായിട്ട് മാറുന്നില്ല. അതൊരു വലിയ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇത് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകാർക്ക്, നമ്മുടെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടുന്നവർക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു ചേച്ചി പറഞ്ഞൊരു അനുഭവം അതൊരു വലിയൊരു ഇതാണ്. ജീവിതം ഒരു ഗാനമായിട്ട് മാറുക എന്ന് പറയുന്നുണ്ടല്ലോ. ഒരുപാട് എന്നെ സ്വാധീനിച്ച ഒരു പാട്ടാണ് ഈശോ എന്നെ സ്പർശിച്ചു എന്നുള്ളൊരു പാട്ട്. ആ പാട്ട് ശരിക്കും ഞാനത് പാടുമ്പോൾ എനിക്ക് ഇത്ര അനുഭവങ്ങളില്ല. പക്ഷെ ഇന്ന് ഞാനത് ഒരു വേദിയിലോ പ്രയറിലോ ഞാൻ പാടുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കർത്താവിനെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ ആ പാടുന്നത്. കർത്താവിൻ്റെ തലയിൽ കൈ വെച്ചുകൊണ്ട് എന്താ പറയുക, എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുകയാണ് ഞാൻ ആ പാട്ട് പാടുമ്പോൾ. അതേപോലെ തന്നെ
നീ എന്നെ മറന്നോ നാഥ എന്നുള്ളൊരു പാട്ടുണ്ട്. അപ്പോൾ കുറേ പേര് അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, തമ്പുരാൻ ഒരിക്കലും മറക്കില്ല, പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പാട്ട്. പക്ഷേ തകർന്ന അവസ്ഥയിലിരിക്കണവർ പെട്ടെന്ന് അത് റിയലൈസ് ചെയ്യണമെന്നില്ല, തമ്പുരാൻ മറന്നിട്ടില്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണമെന്നില്ല. ആ അവസ്ഥയിലിരിക്കുന്നവർക്ക് ആ പാട്ട് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ പാട്ടുകളും, ഒരുപാട് പാട്ടുകൾ ഉണ്ടെങ്കിലും ഈ 2-3 പാട്ടുകൾ വളരെ എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറിയ പാട്ടുകളാണ്. ഒന്ന്, നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ, നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ, നീ എന്നെ വെടിഞ്ഞോ ദേവാ, എൻ മാനസം നീറുന്നു നാഥ, നീ എന്നെ വെടിഞ്ഞോ ദേവാ, എൻ മാനസം നീറുന്നു നാഥ, നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്നു ദേവാ. എനിക്ക് പെട്ടെന്ന് ഇത് പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഏലി ഏലി ലാമാ സബക്താനി, കർത്താവ് കുരിശിലേടെന്ന് പറയുന്നത്, ദൈവമേ ദൈവമേ നീ എന്നെ എന്തിന് നീ എന്നെ കൈപിടിഞ്ഞു. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ചയായ മനുഷ്യൻ്റെ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്നൊരു വിളിയാണത്. അതിൻ്റെ അർത്ഥം ആ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, ഒരു റിയലിസ്റ്റിക് ഒരു പെയിനാണത്. പക്ഷെ ദൈവം അത് തിരിച്ചറിയുന്നു. ചില സമയത്ത് ഒരു പക്ഷേ കുരിശിൽ പിതാവ് ഒന്നും മിണ്ടാണ്ട് നിന്നു. ഈശോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പിതാവ്, അത് ശരിക്കും ആ ജീസസിൻ്റെ മൂവി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു സീൻ അതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ. അതായത് കുരിശിലിങ്ങനെ നിൽക്കുമ്പോൾ അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് മുകളിൽ നിന്നൊരു കണ്ണുനീര്, പിതാവായ ദൈവത്തിൻ്റെ ഒരു തുള്ളി ഇങ്ങനെ വീണ്, അത് ഒരു ഭയങ്കര ടച്ചിങ്. കാര്യം പിതാവിന് സ്നേഹമുണ്ട്, പക്ഷെ ആ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ പറ്റാ, ഇത് നടന്നാലേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപത്തിനൊരു രക്ഷ സംഭവിക്കുള്ളൂ. അപ്പം അതിനുവേണ്ടി തൻ്റെ പ്രിയപുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, ആ സഹിക്കുന്നത് കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ, അത് ഒരു കണ്ണുനീർ തുള്ളി പോലെയാണ് ആ ഒരു തുള്ളി ഇങ്ങോട്ട് വീഴുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് തട്ടിച്ച് നോക്കണം. നമ്മുടെ ജീവിതത്തിലും ചില വേദനകൾ, സഹനങ്ങൾ വരുമ്പോഴത്തേക്കും അത് ദൈവം കൈവിട്ടതാണോ? ഒരു പക്ഷേ നമ്മുടെ ഈ സഹനത്തിലൂടെ എവിടെയെങ്കിലും ആരെങ്കിലും പാപികളൊക്കെ രക്ഷപ്പെടുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. തീർച്ചയായിട്ടും ഒത്തിരി കത്തുകൾ പാട്ടിനെ കുറിച്ച് നല്ലതും, അതങ്ങനെ അങ്ങനെ എഴുതാമോ എന്നുള്ള ചോദ്യത്തോടു കൂടിയുള്ള കത്തുകളും, അതേപോലെ ആശ്വാസം കിട്ടിയ കത്തുകളൊക്കെ ഒത്തിരി വന്നിരുന്നു. ആ സമയത്തൊക്കെ കത്തുകളിലൂടെയാണല്ലോ എല്ലാവരും സ്നേഹം അറിയിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈശോ എന്നെ സ്പർശിച്ചു, അതും എൻ്റെ ലൈഫിൽ ഭയങ്കര മാറ്റം വരുത്തിയ ഒരു പാട്ടാണ്. ആ പാട്ട് കേട്ടിട്ട് പലരും ദശാംശം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ എനിക്ക് കത്തുകൾ ഒത്തിരി വന്നിട്ടുണ്ട് ആ സമയങ്ങളിലേ. ആ പാട്ട്, ഈശോ എന്നെ സ്പർശിച്ചു, ജീവൻ എന്നിൽ വർഷിച്ചു, ഈശോ എന്നെ സ്നേഹിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു. ശരിക്കും 89-90 കാലഘട്ടത്തിൽ ഒരു നാഷണൽ കൺവെൻഷൻ നടന്നില്ലേ കളമശ്ശേരിയിൽ വെച്ചിട്ട്, ഈ പാട്ട് അവിടെ ഭയങ്കരമായിട്ട്, എനിക്കൊന്ന് ചേച്ചി പാടിയ ആ കാസറ്റ് അവിടെ 91 ആ കാസറ്റ് അവിടെ ഉണ്ടായിരുന്നു വിൽപ്പനയ്ക്ക്. ഈശോ എന്നെ സ്പർശിച്ചു എന്നാണ് കാസറ്റിന്റെ പേര്. കുട്ടിയുടെ ഒരു അനുഭവം കൂടി പറയൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവച്ചത്. ദൈവം തന്ന കഴിവ് ഒരിക്കലും നഷ്ടപ്പെടാതെ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ അതിലേക്ക് എത്താനുള്ള ഒരു അനുഗ്രഹം
അനുഗ്രഹത്തിനായി ഞാൻ ശരിക്കും കാത്തിരിക്കുകയാണ് ശരിക്കും. ഇനി ഒരുപാട് വർഷങ്ങൾ നല്ല മധുരമായ ശബ്ദത്തോടുകൂടി സെലിൻ പാടണം. ഒരുപാട് നല്ല നല്ല ചാൻസസ് വരണം. ഈശോയ്ക്ക് വേണ്ടി പാടുക എന്നുള്ളത് മാത്രം നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും ഈശോയെ സ്വന്തമാക്കിയവർക്ക് പറ്റിയൊരു കാര്യമാണ്. പ്രത്യേക സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. വേറെ ഏത് പാട്ട് പാടുന്നതിനേക്കാളും നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി പാടുന്നത്. അത് ശരിക്കും ഒരു വചനമായിട്ട് കണക്ട് ചെയ്യുമ്പോഴേ മത്തായി 6:33 പ്രകാരം പറയുന്നുള്ളൂ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പം നമ്മൾ കൂട്ടിച്ചേർക്കപ്പെടേണ്ട കാര്യത്തിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം ഇവിടെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ കഴിവ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് എൻ്റെ കഴിവ് കൊണ്ട് മറ്റുള്ളവർ ദൈവത്തിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ ദൈവത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് നമ്മുടെ കഴിവ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമ്മളുടെ കൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും, പ്രത്യേകിച്ച് ശാലോം TV കാണുന്ന എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ള കാര്യം ഇതാണ്: ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈസ്റ്ററിൻ്റെ വേളയിൽ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷം നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ അത് അവസാനിച്ചിട്ടില്ല. അത് ഒരു വഴി മാത്രമാണ്. ഈ വഴിയിൽ അപ്പുറത്ത് 3 ദിവസം കഴിഞ്ഞ് ഉയർപ്പുണ്ടായതുപോലെ തീർച്ചയായിട്ടും അവിടെ ഒരു ഉയർപ്പിൻ്റെ അനുഭവമുണ്ട്. അതായിരിക്കണം നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഇത്രയും പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വാക്കുകൾ നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും, ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ.